തുടങ്ങി പൊട്ടൽ തുടങ്ങിയേ. എവിടെ 7:10 പ്രശ്നങ്ങളൊക്കെ തീർന്നു. പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. വെടിക്കെട്ട് തുടങ്ങി. പാറമേക്കാലിൻ്റെ വെടിക്കെട്ടിലാണ്. വവ്വാല കഥ പറന്നു പോണേ പേടിച്ചിട്ട്. എവിടെ? ഓ അവിടെ വിരിയുണ്ടല്ലേ. മാറിക്ക ബാബാ. സംഭവം എന്തായാലും കോമഡി ആയിട്ട് പട്ടാപ്പകല് വെടിക്കെട്ടെടുത്തിട്ട് കാര്യമായ ഭംഗി എത്തിയില്ല. എന്നാലും ഇങ്ങനെ കാണാം. എന്ത് ചെയ്യാനാ? ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും പ്രശ്നങ്ങളും ഈഗോയും കാരണം ഇത്ര വൈകിപ്പോയി. അല്ലെങ്കിൽ വാ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് നേരമായിട്ട്. പിന്നല്ലോ അതല്ലേ അന്തരീക്ഷം മലിനീകരണപ്പെട്ടാണ്. എന്ത് രസ. നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് അന്തരീക്ഷം മലിനീകരണപ്പെടുന്നത്. ഇതൊരു ആർട്ട് കലയാണ്. പോണേ അല്ല ഇതേമാതിരി ഒന്നുകൂടി വരാല്ലോ ഇനി. പാറമേക്കാവിന്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി തിരുവമ്പാടി വരാണ്ട്.
അത് അല്പസമയത്തിനകം. അതെ, 3 മണി മുതൽ അല്പസമയമാണ്. ഇവിടെ തന്നെയാണത് പൊട്ടുക അല്ലേ? തിരുവമ്പാടിന്റെ എട്ടറിന്റെ ഉള്ളിൽ സസ്പെൻസ് വെച്ചേക്കുന്നത് അതിന്റെ അറിയാതെ വായിന്ന് വന്ന്, എന്റെ വായിന്ന് അറിയാതെ വന്ന് 8 മുതൽ 8:30 വരെ അറിഞ്ഞു. പരീക്ഷയാണ്, പഠിക്കണം പഠിക്കണം. അല്ല അങ്ങനല്ലേ പറഞ്ഞേ? 8:30 എന്നാണ് പറഞ്ഞത്. 8 to 8:30. അതിന്റെ ഇത് കഴിഞ്ഞിട്ടാണല്ലോ 8 മണി. അപ്പൊ അപ്പോഴായിരിക്കല്ലോ വീട്ടിൽ പോയിട്ട് എക്സാമിന് പഠിക്കാനുള്ളതാ. 8:30 പോയാൽ അപ്പോഴെത്തി നാട്ടില്. ഒരിക്കലും ഉണ്ടാവുള്ളൂ. എക്സാമും അങ്ങനെയാണ്, വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. സപ്ലൈ എന്ന ഓപ്ഷൻ ഇല്ല ഇതിന്. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഒരു 16 സപ്ലൈ അടിച്ചൊരു കഥ ഉണ്ട്. അതെ അതെ. സംഭവം തിരുവമ്പാടിന്റെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വിട്ടുള്ളത്. പിന്നെ പട്ടാപ്പകല് ഉള്ള വെടിക്കെട്ടായതുകൊണ്ട് കാര്യപ്പെട്ടൊന്നും കാണാനും മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പൊട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട്. എന്തായാലും വെടിക്കെട്ട് പരിപാടി കാണിച്ചത് ഒരുമാതിരി മോശം പരിപാടിയായിപ്പോയി. പട്ടാപ്പകലുള്ള വെടിക്കെട്ട് എന്തിനു തന്നെ എന്തായാലും കുഴപ്പമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃശ്ശൂർ പൂരം പോലെ വെടിക്കെട്ട്. കുറച്ച് കാര്യത്തിൽ പൊട്ടുണ്ട്, പൊട്ടട്ടെ. പോലെ കാണാം തിരുവമ്പാടിയുടെ. കഴിഞ്ഞു. അങ്ങനെ അവസാനത്തെ വെടിയും ഇതാണ് അവസാനത്തെ. ഇനിയുണ്ടോ അവസാനത്തെ? ഇല്ല, അതായിരുന്നു അവസാനത്തെ വെടി. ഇതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ കഴിഞ്ഞിട്ടില്ല. ഇനി 12 മണിക്കൊരു കലാശക്കൊട്ടുണ്ട്, അതിന് നിൽക്കണില്ല. നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു. പുക അതാ ഉയരുന്നു, തിരുവമ്പാടിയുടെ പുക ഉയരങ്ങളിലേക്ക്. ആ പുകേൻ്റെ ആ പോക്ക് കാണാൻ എന്താ ഭംഗി. എന്താ അപ്പൊ ഇവിടുത്തെ കൊടുത്തിട്ടുള്ളൂ ആ മിട്ട്. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനി ആ മിട്ടുകളാണ്. ആ മിട്ടുകൾ ഇതൊക്കെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കേറിയെന്നു ആ മിട്ട്. ഒരു ഉണ്ട മുകളിലേക്കാണ് പോകൂലേ? ആ ഉണ്ടാട് പൊട്ട് കൊടുക്കും. എന്ന് പിരിവിരില്ല. സെറ്റപ്പായി ഒരു ഉണ്ടാട് മുകളിലേക്ക്. ആരാൻ്റെ തോക്ക് പൊട്ടിക്കണേ?
കൊള്ളാം. പോരാ 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 അത് പോരാ. എന്താണ് വണ്ടി ശല്യം? ക്യാമറ കഴുത്ത് കാണിക്കണം. നീ അല്ലാതെ നോക്കട്ടെ. മിട്ട് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എത്താം. അപ്പോൾ തൃശ്ശൂർ പൂരം 2024 ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാ. എങ്ങനെ പോവാ? നമ്മൾ തീരുമാനമായിട്ടില്ല. ബസ്സാണെങ്കിൽ ബസ്, ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിന് പോകും. അത് ചെന്ന് നോക്കണം. അതെ, എത്ര നേരത്തെ എത്തുന്നോ അത്ര നേരത്തെ എത്തണം. അതാണ് ലക്ഷ്യം. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ക്യാമറ പൊത്തിക്കാ കൈ കൊണ്ട്. അതെ പൊട്ടണേ പൊട്ടാത്ത ഇല്ല, പൊട്ടാത്ത മിട്ട് പൊട്ടി. പോട്ടെ. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിനെ പറ്റി കാണാൻ വന്നിട്ട് നാട്ടിലെടുക്കുന്ന അഭിപ്രായം ചോദിച്ചാലോ? ചേട്ടാ, പൂരത്തിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? ഇല്ല, എന്തെങ്കിലും പറയണ്ടോ പൂരത്തിനെ പറ്റി? പൂരത്തിനെ പറ്റിയാ പൂരം ഗംഭീരല്ലേ? ഗംഭീരമായിരുന്നു. വെടിക്കെട്ടിനെ പറ്റിയോ? വെടിക്കെട്ട് ഗംഭീരം വെടിക്കെട്ടല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? നല്ല വെടിക്കെട്ടായിരുന്നു. ഇതേമാതിരി കളറുള്ള വെടിക്കെട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടില്ല. അത് പട്ടാപ്പകല് സൂപ്പർ പട്ടാപ്പകല് പൊരിച്ചിട്ടുണ്ട് വെടിക്കെട്ട്. ഇപ്പൊ പറഞ്ഞല്ലേ താനി പോയാലോ? നന്ന പൊരിച്ചിട്ടാ. ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ അടിപൊളിയുണ്ട് സംഭവം. കലക്കിട്ട് കിട്ടും. അതെ, പക്ഷെ പച്ചയും മഞ്ഞയും ചോപ്പും എല്ലാം കാണാൻ പറ്റിട്ടോ. പുലർച്ച വെടിക്കെട്ട് അടിപൊളി. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയല്ലേ. കുറെ നേരം വെടിക്കെട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. നന്നായി ലേറ്റ് ആയി. നന്നായി ലേറ്റ് ആയി പോയി. ശരിക്കും വെടിക്കെട്ട് അപ്പോഴാണ് രാത്രി അല്ലേ? നല്ല പച്ചയും മഞ്ഞൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് ഒരു നഷ്ടമായി പോയി. അല്ലെങ്കിൽ ഒക്കെ ഉഷാറായി അല്ലേ? അല്ലെങ്കിൽ ഉഷാറായത്. ഓക്കെ, എന്തെങ്കിലും പറയണ്ടോ പൂരത്തിനെ പറ്റി? അടിപൊളി. വെടിക്കെട്ട് വൈകി പോയോ? അതോ വൈകി പോയി. അതൊരു സങ്കടമായ ഒരു കാര്യമായി പോയി. രാത്രി ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഏട്ടാ, ഈ വർഷത്തെ പൂരത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? പൂരത്തിനെ പറ്റിയാ പൂരം അതിഗംഭീരായി. പക്ഷേങ്കിൽ സമയം ഒരുപാട് വൈകിച്ചു. നമ്മൾ കണ്ണൂരിൽ വരുന്നത്. 3 മണിക്ക് പേപ്പറിലും ടി വിയിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് 7 മണി 7:10 ഒരു പാർട്ടിയെ വെടിപൊട്ടുമ്പോൾ. എന്നാലും അത് കണ്ടിരുന്ന് ഭയങ്കര മനോഹരമായി. ഭയങ്കര വെടിക്കെട്ടായിരുന്നു. പക്ഷെ സമയം ഒരുപാട് ലൈറ്റായി പോയി. അത് ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ വെടി പൊട്ടുമ്പോൾ 7:45. അത് അതെ. എന്നിരുന്നാലും വെടിക്കെട്ട് ഗംഭീരായി. ഇത്രയും സമയം ലൈറ്റാക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ കുറച്ച് കുറഞ്ഞു പോയി. ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ ആവുമോ? ആവാതിരിക്കട്ടെ അല്ലേ? അതെ, ആവാതിരിക്കട്ടെ. താങ്ക് യു, വെൽക്കം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറയാനുള്ള ലേറ്റ് അതിനെ കുറിച്ചുള്ള സങ്കടം പറച്ചിലാണ്. നീ കാടാ, ഇതാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ആംബുലൻസ് ചീറിപ്പോയ. അപ്പോൾ ഇതാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ അഭിപ്രായം. വെടിക്കെട്ട് ലേറ്റായി പോയതിൽ എല്ലാവർക്കും ഉള്ളിൽ പ്രതിഷേധമുണ്ട്. അടുത്ത വർഷം ഇങ്ങനെ ആവാതിരിക്കട്ടെ. കാടാ, ക്യാമറ ഒത്തല്ലേ? കുത്തിക്കോ. വീണ്ടും കാണാം. ബൈ.